പ്രിയമുള്ളവരെ, വചനജ്വാല 1692 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 19 ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന വൻസുദിനമാണ്. ഇന്ന് ഞങ്ങളുടെ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ 88ാം തിരുനാൾ ഏറ്റവും ആഘോഷപൂർവം ഞങ്ങൾ കൊണ്ടാടുകയാണ്. ഭക്ത്യാദരമായ ഒരുപാട് ചടങ്ങുകളോടെ നടക്കുന്ന ഈ തിരുനാളിനോട് അനുബന്ധിച്ച് എല്ലാ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ മുഴുവൻ സുമനസ്സുകളെയും ഞങ്ങൾ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വചന വായനയിൽ വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 23 മുതൽ 45 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. യൗവനത്തിൽ നുകം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. അവിടുന്ന് അത് അവന്റെ മേൽ വെക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കട്ടെ. അവൻ മുഖം മണ്ണിൽ പൂഴ്ത്തട്ടെ. ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട്. അവന്റെ കവിൾത്തടം തല്ല് ഏറ്റുവാങ്ങട്ടെ. നിന്ദനം കൊണ്ട് അവൻ നിറയട്ടെ. എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് വേദനിപ്പിച്ചാലും തന്റെ കാരുണ്യാതിരേകത്തിന് അനുസൃതമായി ദയ കാണിക്കും. അവിടുന്ന് ഒരിക്കലും മനഃപൂർവം മനുഷ്യമക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. തടവുകാരെ ചവിട്ടി മെതിക്കുന്നതും അത്യുന്നതന്റെ സന്നിധിയിൽ മനുഷ്യന്റെ അവകാശത്തെ തകിടം മറിക്കുന്നതും മനുഷ്യനെ നീതി നിഷേധിക്കുന്നതും കർത്താവ് അംഗീകരിക്കുന്നില്ല. കൽപ്പന കൊണ്ട് മാത്രം കാര്യം നടപ്പിലാക്കാൻ ആർക്ക് കഴിയും? കർത്താവ് നല്ലാതെ ആർക്ക്? അത്യുന്നതന്റെ അധരത്തിൽ നിന്നല്ലേ നന്മയും തിന്മയും വരുന്നത്. മനുഷ്യൻ വെറും മർത്യൻ. ജീവിക്കുന്നിടത്തോളം കാലം തന്റെ പാപത്തിന് കിട്ടിയ ശിക്ഷയെപ്പറ്റി എന്തിന് പരാതിപ്പെടുന്നു? നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ പിതാവിങ്കിലേക്ക് ഉയർത്താം. ഞങ്ങൾ പാപം ചെയ്തു, ധിക്കാരം കാണിച്ചു. അവിടുന്ന് മാപ്പ് നൽകുകയില്ല. അവിടുത്തെ കോപം പൂണ്ട് ഞങ്ങളെ പിന്തുടർന്നു. ഞങ്ങളെ നിഷ്കരുണം വധിച്ചു. ഒരു പ്രാർത്ഥനയും കടന്നു ചെല്ലാനാവാത്ത വിധം അവിടുന്ന് മേഘം കൊണ്ട് ആവൃതനായി. ജനതകളുടെ ഇടയിൽ ഞങ്ങളെ അവിടുന്ന് ചപ്പും ചവറുമാക്കി. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ
ലയോ ഒൻപതാമൻ മാർപ്പാപ്പയെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ഇപ്പോൾ ഫ്രാൻസിന്റെ ഭാഗമായ ആൽസസ് എന്ന രാജ്യത്ത് കോൺറാഡ് ചക്രവർത്തിയോട് ബന്ധപ്പെട്ട ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. സ്നാന നാമം ബ്രൂണോ എന്നായിരുന്നു. ടൂളിലെ ബിഷപ്പ് ബെർത്തോൾഡ് ആണ് വിദ്യാഭ്യാസം നൽകിയത്. വിദ്യാഭ്യാസ ശേഷം കത്തീഡ്രൽ ദേവാലയത്തിൽ കാനനായി. അക്കാലത്ത് പ്രാർത്ഥനയിലും ജ്ഞാനവായനയിലും പഠനത്തിലും മുഴുകി. ഉല്ലാസ സമയത്ത് ആശുപത്രി സന്ദർശനം, സാധുക്കളെ പഠിപ്പിക്കൽ എന്നിവ ചെയ്യുമായിരുന്നു. 24-ാം വയസ്സിൽ ടൂളിലെ ബിഷപ്പായി എന്ന് പറയുമ്പോൾ ബ്രൂണോയുടെ വിദ്യാഭ്യാസവും സുഹൃതവും എത്രമാത്രം ശ്രേഷ്ഠമായിരിക്കണം. വൈദികരുടെയും സന്യസ്തരുടെയും ജീവിത നവീകരണം പ്രഥമ ലക്ഷ്യമായിരുന്നു. കാനോന നമസ്കാരവും ദേവാലയ ധ്യാനങ്ങളും ഉചിതമായ രീതിയിൽ ചെയ്യുന്നതിനെ നിഷ്കർഷിച്ചിരുന്നു. എളിമ പരിശീലിക്കാൻ ദിവസവും ദരിദ്രരുടെ പാദങ്ങൾ ബ്രൂണോ കഴുകുമായിരുന്നു. ക്ഷമ, ശാന്തത, പ്രായശ്ചിത്തം ജീവിത മാതൃക ആക്കിയിരുന്നു. മാർപ്പാപ്പ സ്ഥാനത്തേക്ക് നാമം നിർദ്ദേശിച്ചപ്പോൾ ആ ഭാരത്തിൽ നിന്നും ഒഴിവാകുവാൻ കേണപേക്ഷിച്ചു. 3 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സമ്മതം കൊടുത്തത്. 47-ാം വയസ്സിൽ ബിഷപ്പ് ബ്രൂണോ ലയോ എന്ന പേരിൽ മാർപ്പാപ്പയായി. ഒരു പാഷണ്ഡതകളും ശീഷ്മകളും ലയോ പാപ്പായുടെ ഹൃദയം ഭേദിച്ചു. നോർമൻകാർ പേപ്പൽ രാജ്യങ്ങൾ ആക്രമിച്ച് മാർപ്പാപ്പയെ തടവിലാക്കി. പ്രാർത്ഥനയിലും ഉപവാസത്തിലും പാറക്കല്ല് തലയണയാക്കി നിലത്ത് കിടന്നും രോമച്ചട്ട ധരിച്ചും 1 കൊല്ലത്തോളം ജയിലിൽ കിടന്നു. ക്രമേണ രോഗിയായി. നോർമൻകാർ തിരികെ റോമിലെത്തിച്ചു. 52-ാം വയസ്സിൽ ലയോ മാർപ്പാപ്പ ദിവംഗതനായി. പ്രിയമുള്ളവരെ, വിശുദ്ധ 9-ാം ലയോ മാർപ്പാപ്പയെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു സുന്ദരമായ ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് പ്രത്യേകം ഞാൻ ക്ഷണിക്കുകയാണ്. ഓരോ മക്കളിലും മാതാവിൻ്റെ, നമ്മുടെ അമ്മ മാതാവിൻ്റെ ഒരുപാട് കൃപകളും ദാനങ്ങളും വരങ്ങളുമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.